നോക്കൂ, ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ്. ഇതൊക്കെ എങ്ങനെ പഠിക്കണം കേട്ടോ. മാസ് പെർസെൻറ്റേജ് ഞാൻ ഇപ്പോൾ പറയുകയാണ്, വെറുതെ എളുപ്പത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. എനിക്കൊരു 10% യൂറിയ സൊല്യൂഷൻ വേണം അല്ലേ, 10%. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് പെർസെൻറ്റേജ് പറഞ്ഞാൽ 100, അതിൽ 10 ഗ്രാം യൂറിയ അല്ലേ, ബാക്കി 90 ഗ്രാം വാട്ടർ. ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നതിനാണ് പെർസെൻറ്റേജ്, മാസ് പെർസെൻറ്റേജ് എന്ന് പറയാം അല്ലേ. 20% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, 20 ഗ്രാം ഗ്ലൂക്കോസ് എടുത്ത് 80 ഗ്രാം വെള്ളം എടുത്ത് ഡിസോൾവ് ചെയ്യാം. സോ ഐ ഗെറ്റ് 20% glucose solution. So what is mass percentage? Mass percentage is defined as mass of the component divided by total mass of the solution into 100 മോളിലാണ് നമ്മൾ മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. മതി മാസ് ഓഫ് ദ സൊല്യൂഷൻ ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ ഇൻറ്റു 100, ഹോൾ സബ്സ്റ്റൻസ് ഹോൾ ഇക്വേഷൻ ഇൻറ്റു 100. അപ്പോൾ മാസ് ഓഫ് ദ കമ്പോണൻറ്റ് ഇൻ സൊല്യൂഷൻ ഇൻറ്റു 100 ബൈ ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ, നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ. അതിനൊരു എക്സാമ്പിളാണ്. വാട്ട് ഈസ് എ മാസ് പെർസെൻറ്റേജ് ഓഫ് 500 ഗ്രാം വാട്ടർ കണ്ടെയ്നിങ് 6.5 ഗ്രാം പൊട്ടാസ്യം നൈട്രേറ്റ്? എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ ഔട്ട് ഓഫ് 100 ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 6.5 ഗ്രാം ആണ് പൊട്ടാസ്യം നൈട്രേറ്റ് ഉള്ളത്. ടോട്ടൽ സൊല്യൂഷനാണ് 500 ഗ്രാം വാട്ടറും ഉണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്? 500 + 6.5 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 1.28%. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, നെക്സ്റ്റ് വോളിയം പെർസെൻറ്റേജ്. മാസ് എന്ന് പറയുന്നതിന് പകരം വോളിയം എന്ന് പറയണമെന്നേ വ്യത്യാസമുള്ളൂ. ഇവിടെ എഴുതിയതിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, നമ്മൾ നോക്കുക. വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഇൻറ്റു 100, അത് മുകളിലാണ്. ഓക്കെ, ഡിനോമിനേറ്ററിലാണ്, ന്യൂമറേറ്ററിലാണ് വോളിയം ഓഫ് ദ കമ്പോണൻറ്റ്. മാസ് ഓഫ് ദ കമ്പോണൻറ്റ് പറഞ്ഞതിന് പകരം വോളിയം ഓഫ് ദ കമ്പോണൻറ്റ് ഇൻറ്റു 100 ബൈ ടോട്ടൽ വോളിയം ഓഫ് സൊല്യൂഷൻ. ഓക്കെ, എപ്പോഴും വെയിറ്റ് പറയണം എന്നില്ലല്ലോ, വോളിയത്തിൽ പറയാമല്ലോ. 2 ലിറ്റർ 200 താഴെ നമ്മൾ 100 എടുക്കണം വോളിയം, മേലെ 20 വോളിയം എടുക്കണോ, 20 ബൈ 100 ഇൻറ്റു 100 അല്ലേ. ഇപ്പോൾ 20% സൊല്യൂഷൻ, മാസിന് പകരം വോളിയത്തിൽ പറയും. നൗ തേർഡ് റെപ്രസെൻറ്റേഷൻ, മാസ് ബൈ വോളിയം. ഇത് സാധാരണ 10 ഗ്രാംസ് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ മെഡിസിൻ, ഫാർമസി അങ്ങനത്തെ സ്ഥലത്തൊക്കെ മാസ് ബൈ വോളിയം പെർസെൻറ്റേജിലാണ് പറയാം. ഓക്കെ, ഇനി വരുന്നത് പാർട്സ് പെർ മില്യൺ. ഇത് കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇന്നൊരു അസൈൻമെൻറ്റ് തന്നിട്ടുള്ളത്. പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ പറയുക എപ്പോഴാണെന്ന് അറിയാമോ? പൊല്യൂഷൻ്റെയൊക്കെ കേസ് പറയുമ്പോൾ നമ്മൾ പറയും ഇന്ന കമ്പോണൻറ്റ് ഇത്ര PPM ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന കമ്പോണൻറ്റ് ഇത്ര PPM താഴെ പാടുള്ളൂ. അതുപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ അല്ലോ നമ്മൾ പറയും. ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അതുപോലെ ഡിസോൾവ്ഡ് ഓക്സിജൻ കണ്ടൻറ്റ്, ഫിഷസിനൊക്കെ ലീവ് ചെയ്യണമെങ്കിൽ കുടിക്കണ വെള്ളം എത്ര PPM അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക PPM-ലാണ്. അതായത് മില്യൺ പാർട്സ്. ഒരു മില്യൺ പറഞ്ഞാൽ എത്രയാണ്? 10⁻⁶. ഔട്ട് ഓഫ് മില്യൺ പാർട്സ് നമ്മളെ സൊല്യൂട്ട് എത്ര ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് പാർട്സ് ഓഫ് കമ്പോണൻറ്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഇൻറ്റു 100 എന്ന് പറയുന്നതിന് പകരം ഇൻറ്റു 10⁻⁶. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കുക, PPM-ൽ പറയുക വളരെ മൈന്യൂട്ട് എമൗണ്ട്, സ്കേഴ്സ് എമൗണ്ടിൽ സബ്സ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് പറയുക. ഓക്കെ, പാർട്സ് പെർ മില്യൺ ഇൻറ്റു 100 എന്ന് എഴുതിയ സ്ഥലത്ത് ഇവിടെ 10⁻⁶ വരുന്നേ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനിയുള്ളത് മോൾ ഫ്രാക്ഷനാണ്. ഓക്കെ, മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കമ്പോണൻസിൽ നമ്മളുടെ കമ്പോണൻ്റ് എത്ര മോളുണ്ട് എന്ന് പറയണം. മോൾ പറഞ്ഞാൽ എന്താ? മാസ് ബൈ മോളിക്കുലാർ മാസ് അല്ലേ. അപ്പോൾ കൈ എന്നുള്ള ലെറ്റർ ഒരു വളഞ്ഞൊരു എക്സാണ്. കൈ, CHI അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക. കൈ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. എന്താണ് മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്, അതിനാണ് മോൾ ഫ്രാക്ഷൻ പറയുക. ഇതിൽ നോക്കണ്ട, നിങ്ങൾ എഴുതിയെടുത്തോളൂ. നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ് ഇൻ സൊല്യൂഷനാണ് മോൾ ഫ്രാക്ഷൻ പറയാം. ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദീപക് പുട്ട് 76 ഗ്രാം ഓഫ് സോഡിയം അയഡൈഡ് ഇൻ 500 ഗ്രാം വാട്ടർ. വാട്ട് ഈസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂഷൻ? ഓക്കെ, അപ്പോൾ 76 ഗ്രാം സോഡിയം അയഡൈഡാണ്. അപ്പോൾ അത് എത്ര നമ്പർ ഓഫ് മോളാണെന്ന് ആദ്യം നോക്കുക. 76 ഗ്രാം എന്ന് പറഞ്ഞാൽ 76 ഡിവൈഡഡ് ബൈ
സോഡിയം അയഡൈഡിൻ്റെ മാസ് എത്രയാണ്? സോഡിയം അയോഡൈഡ് അല്ലേ? അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുക 150 എന്നാണ്. ഓക്കെ, അപ്പോൾ 76 ഡിവൈഡഡ് ബൈ 150 അത്രയും നമ്പർ ഓഫ് മോൾസാണ് സോഡിയം അയഡൈഡ് ഉണ്ടാവുക. ഇനി വാട്ടർ 500 ഗ്രാം ആണല്ലോ. 500/18 എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് മോൾ വാട്ടർ ഉണ്ട് നമുക്ക് കിട്ടും? 27.8. അപ്പോൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോഡിയം അയഡൈഡുള്ള നമ്പർ ഓഫ് മോൾ 0.5 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോഡിയം അയഡൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 0.018 ആണ് മോൾ ഫ്രാക്ഷൻ കിട്ടുക സൊല്യൂഷനിൽ. അപ്പോൾ ഓരോ കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് ഏത് കമ്പോണൻറ്റിൻ്റെ ആണോ അത് മുകളിൽ എഴുതി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻറ്റ്സ്. ഓക്കെ, അടുത്തത് പറയണത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൊല്യൂഷനിൽ 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് മോൾ ഉണ്ട് അതിനാണ് മൊളാരിറ്റി എന്ന് പറയാം. ഇത് നിങ്ങളിത് നോക്കി എഴുതേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് നോട്ട് എഴുതി തരാം. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ, അതിനാണ് മൊളാരിറ്റി എന്ന് പറയാം. ക്യാപിറ്റൽ M കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അടുത്ത ടേം നോക്കൂ, പ്രോബ്ലം ഞാൻ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് മൊളാലിറ്റിയാണ്. അതിനെ സ്മോൾ m കൊണ്ടാണ് കാണിക്കുക. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റിനെയാണ് മൊളാലിറ്റി എന്ന് പറയാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം നോട്ടും ഞാൻ വേറെ തരാം.